സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാന്റെ പ്രത്യേകത എന്താണ്? പലപ്പോഴും മകനെ വിളിച്ചിട്ട് ഒരു ഉപദേശം നൽകാറുണ്ടായിരുന്നു. മകൻ നബിയാണ്, ശരിയാണ്, ഇൽമുള്ള മോനാണ്, വലിയ മഹാനാണ്. എന്നാലും കുട്ടിക്കാലത്ത് ഉമ്മ മകനെ വിളിച്ച് ഉപദേശിച്ചിരുന്ന ഒരു ഉപദേശമുണ്ട്. ഓ ഉമ്മമാരെ, ഈ ഉപദേശം നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് സമാനമായ ഉമ്മയാകാറുള്ളൂ. ആ ഉമ്മ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് ഉപദേശിച്ചിരുന്നത് എന്താണ്? യാ ബുനയ്യ, കുഞ്ഞുമോനെ. അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഞാനിത് വെറുതെ പറയല്ല. പലപ്പോഴും ഇന്ന് മക്കൾ വഴിപിഴക്കാൻ കാരണം തന്നെ ഉമ്മയും ബാപ്പയുമാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, അല്ലേ? നിങ്ങൾ അല്ലാന്ന് പറഞ്ഞാലും സംഭവം അങ്ങനെയാണ്. എല്ലാവരെ കുറിച്ച് ഞാൻ പറയല്ല. എന്താ കാരണം? സ്വന്തം മോനോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും ബാപ്പക്കറിയില്ല. ഇപ്പോൾ സദസ്സിൽ കൂടുതൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. എന്താ ഈ നാട്ടിൽ ചെറിയ മക്കളൊന്നുമില്ലേ? നിങ്ങളൊക്കെ നിർത്തിയണോ? കുട്ടികളൊന്നും ഇല്ലേനാ ഞാൻ ചോദിക്കണേ. ഉണ്ടല്ലേ? ഒക്കെ ഓരോ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക അല്ലേ? ഉമ്മമാരെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. നല്ല പരിപാടിയാണ്. അത് നല്ല പരിപാടി കേട്ടോ. അള്ളാഹു ബർക്കത്തായിട്ട്, അള്ളാഹു സന്തോഷം നൽകട്ടെ എന്ന് ഞാൻ തെറ്റിദ്ധരിക്കൂന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ അങ്ങനൊന്നും കരുതൂല. ആയിക്കോട്ടെ, ഇപ്പൊ തൽക്കാലം നമ്മൾ പിണങ്ങാതിരിക്കാൻ അങ്ങനെ കരുതാ. ഒക്കെ അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ഒരു മോനോട് എങ്ങനെ സംസാരിക്കണം എന്ന ഒരു വിവരം പോലും ബാപ്പക്കില്ല. നിങ്ങളെ കുറിച്ചല്ല കേട്ടോ. നിങ്ങളെ കായംകുളക്കാരൊക്കെ ഭയങ്കര ഉഷാറാ എല്ലാവരും. നിങ്ങൾക്ക് അറിയാത്ത ഒന്നുമില്ല. ഞാൻ വേറെ ചില ആളുകളെ കുറിച്ച് പറയാണ്. ലൈവ് ഒന്നുമില്ലല്ലോ ഇത്. എന്നാ പിന്നെ ധൈര്യത്തിൽ പറയാം. വേറെ നാട്ടുകാരെ കുറിച്ചാ പറയട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ നാളെ വേറെ പറയുമ്പോൾ ആ നാട്ടുകാർ ചോദിക്കൂല ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ കുറിച്ചാണോ എന്ന്. അപ്പൊ പിന്നെ മറ്റന്നാൾ അങ്ങനെ പറയണം. മറ്റന്നാളും വേളുണ്ടല്ലോ. അപ്പൊ പിന്നെ മറ്റന്നാൾ എന്ന് പറയുമ്പോൾ അവിടെയും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയെങ്കിലും കുട്ടികളോട് പെരുമാറിയാ പോരാ. അങ്ങനെ പറ്റൂല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഉപദേശിക്കുമ്പോൾ വിളിച്ചൊരു വിളിയുണ്ട്. യാ ബുനയ്യ, കുഞ്ഞുമോനെ. രക്ഷിതാക്കളെ, കുട്ടികളെത്ര വികൃതി കാണിച്ചാലും സുബ്ഹാനല്ലാഹ് തീരെ കഥയില്ലാത്ത ചില രക്ഷിതാക്കളുണ്ട്. ഉടനെ അവസാനം ഒരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞു പോകും. എന്താ പറയണത്? നീ എന്റെ മോനല്ല. അങ്ങനെയാണ് പറയാറുള്ളത്. ഇങ്ങനല്ലേ പറയല്? കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചാൽ, ഒരു വികൃതി കാണിച്ചാൽ, ആ മോനോട് പറയാണ്, നീ എന്റെ മോനല്ല, നീ എനിക്ക് വേണ്ട. അങ്ങനെ വീട്ടില് മക്കൾക്കിടയിൽ എന്താ അതിന് പറയാ? ഒരു താരതമ്യം ചെയ്യാ. മൂത്ത കുട്ടിയെ വിളിച്ചു പറയാ, നീ എന്റെ മോനാണ് കേട്ടാ, നീ വേണ്ട പോ. അപ്പൊ ഓനക്ക് തോന്നും, പഴയ കാലത്തെ കുട്ടികളാണെങ്കിൽ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഓടി വരും, ഞാനുണ്ട് നിങ്ങളെ കൂടെ തന്നെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മക്കൾ കാത്തിരിക്കുക എപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കൂന്ന്. എന്നാ പിന്നെ ഓരങ്ങ് കഴിച്ചിലായില്ലേ? ഓരന്ന് കഴിച്ചിലായില്ലേ? മക്കള് കാത്തിരിക്കാണ് എപ്പോ ഉമ്മയും ബാപ്പയും വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കൂന്ന് കാത്തിരിക്കാണ്. അവന് പിന്നെ ഒരു സ്വതന്ത്രരായില്ലേ? അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു താരതമ്യം. ഒരു മോനെ അടുത്തേക്ക് വിളിച്ചിട്ട്, ഇവൻ എന്റെ മോനാട്ടോ, നീ എനിക്ക് വേണ്ടട്ടോ, ചെറിയ കുട്ടികളെ കാണിച്ചിട്ട് പാടില്ല. ആ മക്കൾ എത്ര കണ്ട് വികൃതി കാണിച്ചാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഉമ്മ വിളിച്ചൊരു വിളിയുണ്ട്. യാ ബുനയ്യ, കുഞ്ഞുമോനെ. ആ വിളി കേട്ടാൽ പിന്നീട് ആ മകനോട് ബാപ്പ എന്താണോ പറയുന്നത്, ഉമ്മ എന്താണോ പറയുന്നത്, അത് ആ കുഞ്ഞ് കേൾക്കാതിരിക്കൂല, അനുസരിക്കാതിരിക്കൂല. കാരണം ആ കുഞ്ഞിയുടെ ഖൽബിൽ പതിഞ്ഞുപോയി, ഉമ്മാന്റെ വിളിയും ബാപ്പാന്റെ വിളിയും പതിഞ്ഞുപോയി. വിളിച്ചതെന്താണ്? യാ ബുനയ്യ,
കുഞ്ഞുമോനെ എന്നാണല്ലോ. ആ വിളി കേട്ടപ്പോഴേക്ക് കുഞ്ഞങ്ങ് അനുസരിച്ചു പോയി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പലപ്പോഴും പറയുന്ന ഒരു ഉപദേശമാണ്. ആ ഉപദേശം ഉമ്മമാരെ നിങ്ങളെ മക്കൾക്ക് നൽകാൻ മറന്നു പോകരുത് കേട്ടോ. എന്താണ് ഉപദേശം മോനെ? ലാ തുക്സിറന്ന നൗമ ബില്ലൈലി, രാത്രി സമയം ഫുള്ളായി ഉറങ്ങിക്കളയരുത് കേട്ടോ. ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? രാത്രി എന്ന് പറഞ്ഞാൽ ഫുള്ളായി ഉറങ്ങി തീർക്കാനുള്ളതാണ്. അല്ല അല്ല, ആ ഉപദേശമാണ് ഉമ്മ മകനോട് പറയുന്നത്. ലാ തുക്സിറന്ന നൗമ ബില്ലൈലി, മോനെ രാത്രിയിൽ നീ കൂടുതലും ഉറങ്ങിക്കളയരുത്. അത്യാവശ്യത്തിന് ഉറങ്ങണം. കുറച്ച് സമയം ഉണർന്ന് പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം കേട്ടോ. എന്നിട്ടോ ഉമ്മ മകനോട് പറയാണ്, കുഞ്ഞുമോനെ രാത്രി ഫുള്ളായി ഉറങ്ങി തീർത്താൽ അതേ ഫഇന്നഹു യഅതി ഫഖീറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് ദരിദ്രരായി വരുന്ന ചില ആളുകളുണ്ട്. അവരെ കയ്യിൽ ഒരു സമ്പാദ്യവുമില്ല. ഒരു സമ്പാദ്യവുമില്ലാതെ ഒരു സൽക്കർമ്മവുമില്ലാതെ ഖിയാമത്ത് നാളിൽ ദരിദ്രരായി വരുന്ന ചില ആളുകളുണ്ട് മോനെ. ഓ കുഞ്ഞുമോനെ, അവരാരാണെന്നറിയുമോ? രാത്രി സമയം ഫുള്ളായി ഉറങ്ങി തീർത്തവരാണ് കേട്ടോ. ഈ ഉപദേശം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുട്ടിക്കാലത്ത് കുഞ്ഞുമോനെ എന്ന് വിളിച്ച് നൽകാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, ആ എൻ്റെ ഉമ്മക്ക് നീ ചെയ്ത അനുഗ്രഹം, എൻ്റെ ബാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നീ ചെയ്ത അനുഗ്രഹം, അതുപോലെ എനിക്ക് നീ ചെയ്ത നിഅമത്ത്, അതിന് പകരം നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എനിക്ക് അവസരം തരണേ അല്ലാ. എന്നിട്ടൊന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്, വഅൻ അഅമല സ്വാലിഹൻ തർലാഹു, നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകൾ നിർവഹിക്കാൻ നീ എനിക്ക് അവസരം തരണേ അല്ലാ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഈ പറഞ്ഞ ഒരൊറ്റ ദുആയിലും ദുനിയാവിന്റെ വിഷയം ഇല്ലേ ഇല്ല. നമ്മളൊക്കെ ദുആ ചെയ്യാൻ വലിയ ഉഷാറാണ്. എന്തിനാണ് ദുആ ചെയ്യുന്നത്? ജോലി റെഡിയാകാനാണ്, കച്ചവടം ഉഷാറായി വരാനാണ്, ഇതുപോലെ തന്നെ അസുഖം മാറാനാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ സൂറത്തുൻ നംലിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയില്ലേ? ആ ദുആയിൽ ദുനിയാവിന്റെ ഒരൊറ്റ കാര്യം പോലും ഇല്ലല്ലോ, എല്ലാം ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കൂട്ടത്തിൽ മഹാനവരുകൾ ചോദിച്ചത് എന്താണ്? വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ട് സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ നീ എന്നെ ചേർക്കണം അല്ലാ. സജ്ജനങ്ങളുടെ വിഭാഗത്തിൽ, സജ്ജന വിഭാഗത്തിൽ നീ എന്നെ ചേർക്കണേ അല്ലാ. ഈ പരിസരം വലിയ ബറക്കത്തുള്ള പരിസരമാണെന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ ധാരാളം മഹത്തുക്കളുടെ നാടാണെന്നറിഞ്ഞു. അതേ തൊട്ടപ്പുറത്തെ നാട് പതി ഉസ്താദിന്റെ നാടാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇവിടെ തന്നെ നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ പരിസരത്ത്
ധാരാളം ആലിമീങ്ങൾ അന്തിയുറങ്ങുന്നുണ്ടെന്നറിഞ്ഞു. അതേ സഞ്ചാന മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാനരുണ്ടെന്നറിഞ്ഞു. അതുപോലെ തന്നെ മൂപ്പർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദീർഘകാലം ഇവിടെ ദർസ് നടത്തിയിരുന്ന മാനർ ഇവിടെയുണ്ടെന്നറിഞ്ഞു. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ നല്ല മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ നാടാണ്. ആ നാടിന്റെ സ്വലാഹിയത്തിന്റെ തനിമ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ശ്രമിക്കണം. അതിന് രക്ഷിതാക്കളെ, ഇനി അതാ വളർന്നു വരുന്ന തലമുറയുണ്ടല്ലോ, ആ തലമുറയെ നല്ലവരാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കണോ. നമ്മുടെ മക്കളെ കുറിച്ച് നന്നായി ചിന്തിക്കണോ. അവർക്ക് നല്ല ഇൽമു പഠിപ്പിക്കണോ. ഇൽമു പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടല്ലോ. ഈ നാട്ടിൽ തന്നെ ദർസ് പ്രവർത്തിക്കുന്നുണ്ട്. സദസ്സിൽ മുതഅല്ലിമീങ്ങളെ കാണുന്നുമുണ്ട്. ഈ നാട്ടിലുള്ള ദർസും അതുപോലെ പരിസരത്തുള്ള മറ്റു ദർസുകളെല്ലാം ഉപയോഗപ്പെടുത്തണം. സാധുവായ ഞാനും ഒരു ദർസ് നടത്തുന്നയാളായതുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 60ഓളം മുതഅല്ലിമുകൾ എൻ്റെ ദർസിൽ ഓതി പഠിക്കുന്നുണ്ട്. ഓരോ വർഷം പഠിച്ച് ഉപരിപഠനത്തിന് കോളേജിൽ പോകാറുമുണ്ട്. ഇത്തവണയും 11 മുതഅല്ലിമുകൾ കോളേജിന് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെയുള്ള നിങ്ങളുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ദർസുകളിൽ നിങ്ങളുടെ മക്കളെ ചേർത്തി പഠിപ്പിച്ച് അവരെ നല്ല ആലിമീങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന് ദീനീ ബോധമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവന്ന് നാടിൻ്റെ നല്ല ദീനീ ചൈതന്യം ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം കേട്ടോ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാത് ചുരുക്കുന്നു. ആഖിറത്തെ കുറിച്ച് ഓർത്തു ജീവിക്കണോ. ദുനിയാവ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് തീർന്നു പോകും. ആഖിറം അങ്ങ് രക്ഷപ്പെടണോ. ദീനിന്റെ ചിഹ്നങ്ങളെ നാട്ടിൽ വളർത്തണോ. ശൈഖ് ജീലാനി തങ്ങളെ മാസമാണല്ലോ മുഹയ്യദ്ദീൻ. മഹാനവരികൾക്ക് മുഹയ്യദ്ദീൻ എന്ന പേര് കിട്ടാൻ കാരണം എന്താണ്? മഹാനവരികൾ പറയുന്നു, ഞാൻ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ, ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, നടന്നു പോകുമ്പോ അതാ ഒരു രോഗിയുടെ അരികിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ആ രോഗിയുടെ നിറം മാറിയിട്ടുണ്ട്, ശരീരം ഒട്ടിച്ചൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നെ കണ്ട ഉടനെ ആ രോഗി എന്നോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അബ്ദുൽ ഖാദിർ. എന്റെ പേര് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ സലാം മടക്കി. ആ രോഗി എന്നോട് പറഞ്ഞു, ഉദുനു മിന്നി, എന്നോടൊന്ന് അടുത്തു നിൽക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അടുത്തു നിന്നു. ആ രോഗി എന്നെ കൈപിടിച്ച് അടുത്തിരുത്തി. ഞാൻ ആ രോഗിയുടെ അടുത്തിരുന്നു. ഞാൻ അടുത്തിരുന്ന പാട് ആ രോഗമങ്ങ് മാറിപ്പോയി. ആ രോഗിക്ക് നല്ല ശരീരം ലഭിക്കുന്നു, ആരോഗ്യം പുഷ്ടിപ്പെടുന്നു. ഈ കാഴ്ച കണ്ടപ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നി. ഉടനെ അവിടുന്ന് എന്നോട് ചോദിച്ചു, ഈ രോഗി എന്നോട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, അല്ല അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു, ഇല്ല, അറിയില്ല. ഉടനെ ആ രോഗി പറയാണ്, അനദ്ദീൻ, ഞാനാണ് ദീൻ. ആ ദീൻ ഞാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണ സമയത്താണ് അഹയാനില്ലാഹു ബിക, നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല എനിക്കിതാ ജീവൻ നൽകിയിട്ടുണ്ട്. നിങ്ങളാണ് ഈ ദീനിനെ ജീവസുറ്റതാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ അബ്ദുൽ ഖാദിർ മാത്രമല്ല, ഫഅൻത മുഹയ്യിദ്ദീൻ, ദീനിന് ജീവൻ നൽകിയ ആളാണ് കേട്ടോ. ഓ യുവാക്കളെ, നന്നായി പ്രവർത്തിക്കണം. ശൈഖ് ജീലാനി തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ബാക്കി പ്രവർത്തനമാണ്. നന്നായി പ്രവർത്തിക്കണം. അതിനാണ് മുസ്ലിം ജമാഅത്ത്, കേരള മുസ്ലിം ജമാഅത്ത് ഉള്ളത്. ഇന്നത്തെ ഈ ദിവസം 10-ാം തീയതി കേരള മുസ്ലിം ജമാഅത്ത് സ്ഥാപക ദിനമാണല്ലോ.
ആ കേരള മുസ്ലിം ജമാഅത്തുള്ളത് ദീനിനെ ഹയാത്തിട്ട് കൊടുക്കാനാണ്. അതുപോലെ SYS ഉള്ളത് ദീനിനെ ഹയാത്തിട്ട് കൊടുക്കാനാണ്. SSF ഉള്ളത് ദീനിനെ ഹയാത്തിട്ട് കൊടുക്കാനാണ്. നാട്ടിലെല്ലാവരും നല്ല ഒത്തൊരുമയോടെ അല്ലാഹുവിന് വേണ്ടി മാത്രം, പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം എല്ലാവരും പരസ്പരം അഭിപ്രായം ചോദിച്ച്, എല്ലാവരും നല്ല ഒത്തൊരുമയോടെ പരസ്പരം പരിഗണിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ നാടുകളിൽ ആ ദീനിനെ ജീവസുറ്റതാക്കാൻ കഴിയുന്നു. ആ പ്രവർത്തനം നടത്തിയ മഹാനാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ വാദം നിർത്തുന്നു. വിഷമമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? റബീഉൽ ആഖിർ മാസമാണ്, ഖുതുബുൽ അഖ്താബ്. എല്ലാവരും ഒന്നടുത്തേക്ക് വരൂ. ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലമ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏത് സമയത്തും ആഖിറം ചിന്തിച്ച് ജീവിക്കണം. ആഖിറം രക്ഷപ്പെടുത്തണമെന്ന ബോധത്തോടെ ജീവിക്കണോ? എത്ര കാലം ഇവിടെ ജീവിക്കാനുണ്ടെന്ന് പറയാൻ കഴിയില്ല. എത്ര കാലം ജീവിക്കാനുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇന്നലെയുള്ളവൻ ഇന്ന് നമ്മോടൊപ്പമില്ല. ഇന്ന് പോലും ഈ നാട്ടിലാണെന്ന് തോന്നുന്നു. ഒരു മയ്യത്തിനെ മറവ് ചെയ്തില്ലേ? പരിസരത്താണെന്ന് തോന്നുന്നു. ഒരു മയ്യത്തിനെ മറവ് ചെയ്തില്ലേ? ഓരോ നാട്ടില് എത്ര ആളുകളാണ് മറവ് ചെയ്യപ്പെടുന്നത്. അല്ലാ, എല്ലാ ഖബറാളികൾക്കും, പ്രത്യേകിച്ച് ഇവിടെ അന്തി ഇറങ്ങുന്ന ഖബറാളികൾ ഉൾപ്പെടെ എല്ലാവരുടെ ഖബറുകളിലേക്ക് ഈ സദസ്സിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാ. ഓ ഉമ്മത്തെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ എൻ്റെ അരികിലോട്ടൊന്ന് എത്തിച്ചേരണം. അവിടെ എത്തിക്കിട്ടിയാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ എൻ്റെ അരികിൽ നിങ്ങളൊന്ന് എത്തേണ്ടതുണ്ട്. പക്ഷേ ആ എത്തുന്നതിന് തടസ്സമായിട്ടുള്ളത് നിങ്ങളൊക്കെ എൻ്റെ കാലത്തിന് ശേഷം പലരും ആരോപിക്കുന്നത് പോലെ, പലരും തെറ്റിദ്ധരിപ്പിച്ചതുപോലെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന പേടിയൊന്നും എനിക്കില്ല. അത് പലരും വെറുതെ പലതും പറഞ്ഞു നടക്കുകയാണ്, ആരോപണം ഉന്നയിക്കുകയാണ്. അതേ സമയത്ത് നിങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമായിട്ടുള്ളത് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് അന്തനാഫസൂ ഫീഹാ, നിങ്ങൾ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നു എന്നതാണ് എൻ്റെ പേടി. ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നു. ദുനിയാവ് കുറഞ്ഞ ദിവസങ്ങൾക്ക് മാത്രമുള്ളതാണ്, കുറഞ്ഞ കാലങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതേ, ഈ വേദി ആരുടെ പേരിലാണ്? ഞാൻ ഇവിടുത്തെ പോസ്റ്റർ കണ്ടപ്പോൾ, അതേ, എൻ്റെ കർണാടകയിൽ ദീർഘകാലം അവിടെ നേതൃത്വം നൽകിയ വലിയ മഹാനുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. അതേ, നിങ്ങളെ കേരളക്കാരാണെങ്കിലും കോഴിക്കോട് ജില്ലക്കാരാണെങ്കിലും എൻ്റെ കർണാടകയിൽ മംഗലാപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ഉള്ളാളമെന്ന് പറയുന്ന വലിയ സിയാറത്തിൻ്റെ കേന്ദ്രമുണ്ട്. നിങ്ങളെ ഈ കായംകുളം പരിസരത്തുള്ള പലരും അവിടെ സിയാറത്തിന് വരുന്നവരാകുമല്ലോ. ആ ഉള്ളാളത്ത് ഏകദേശം 60 വർഷക്കാലം അതേ ദർസ് നടത്തി. നമ്മുടെ കർണാടകയിലെ ഒട്ടുമിക്ക പള്ളികൾക്കും അതേ തറക്കല്ലിട്ടതും ഉദ്ഘാടനം ചെയ്തതും ധാരാളം ശിഷ്യന്മാരെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട ഖുർറത്തുസ് സാദാത്ത് കൂറത്തതങ്ങൾ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവരുകളുടെ പേരിലാണ് നമ്മുടെ ഈ പരിപാടിയുള്ളത്. ആ മഹാനവരുകൾ കർണാടകയിലെ കൂറ എന്ന പ്രദേശം ഒരു ചെറിയ നാടാണ്.
ഉൾപ്രദേശമാണ്. ഇവിടുന്ന് അങ്ങോട്ട് വന്ന പലരും ഉണ്ടാകും തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ച് വെള്ളം കൊണ്ടുവരാൻ അവിടുത്തെ ജീവിതകാലത്ത്. എന്നാൽ അവിടെ ഒരു പുരുഷായുസ് മുഴുവനും മഹാനവരുകൾ വഫാത്താകുന്നത് അവിടുത്തെ 64-ാം വയസ്സിലാണെങ്കിൽ മഹാനവകൾ 34 വർഷക്കാലം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജീവിതകാലം പകുതിയോളം ഒരൊറ്റ സ്ഥലത്ത് നേതൃത്വം നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ. ഇന്ന് മഹാനവരുകൾ അന്തി ഉറങ്ങുന്നതും ആ കൂറ എന്ന പ്രദേശത്ത് എത്ര വലിയ രാജകീയ പ്രൗഢിയോടുകൂടെയാണ് മഹാനവരുകൾ കിടക്കുന്നത്. ഞാൻ നേരത്തെ ഉസ്താദുമാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ജീവിതകാലത്ത് ആളുകളൊക്കെ തങ്ങളുപ്പാപ്പാന്റെ അരികിൽ വെള്ളവുമായി വരുന്നു മന്ത്രിപ്പിക്കാൻ. ആ മന്ത്രിച്ചു കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് ധാരാളം ആളുകളുടെ അസുഖം മാറിയിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് ധാരാളം ആളുകൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്. എന്നോട് തന്നെ പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. നമുക്ക് തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ മഹാനവരുകൾ വഫാത്തായതിനു ശേഷവും ആളുകൾ അവിടെ ധാരാളം സിയാറത്തിന് വരുന്നു. മഹാനവരുകളുടെ ഖബറിന്റെ അരികിൽ വെള്ളം കൊണ്ടുവന്നു വെക്കുന്നു. സിയാറത്ത് കഴിഞ്ഞ് ആ വെള്ളം കൊണ്ടുപോകുന്നു. അത് രോഗശമനം കരുതി അവരാ വെള്ളം കുടിക്കുന്നു. ആഗ്രഹ സാഫല്യം കരുതി അവർ ആ വെള്ളം കുടിക്കുന്നു. മഹാന്മാർ അങ്ങനെയാണ്. അവരുടെ ജീവിതവും മരണവും അത് ഒരുപോലെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ മഹാനവരുകളും ഞാനും ഏകദേശം ഒട്ടുമിക്ക റബീഉൽ അവ്വലിലും ദുബായിലെ മീലാദ് പരിപാടിക്ക് പോകൽ ഒന്നിച്ചാണ്. ഞങ്ങൾ ഒന്നിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ ഒറ്റക്ക് പോയതാണ്. കാരണം കഴിഞ്ഞ വർഷം കൂടെ തങ്ങളുപ്പാപ്പാന്റെ കൂടെ പോയതാണ്. ഈ റബീഉൽ അവ്വലിൽ മഹാനവരുകൾ നമ്മോടൊപ്പമില്ല. അല്ലാഹുവേ, നീ അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഈ സദസ്സിന്റെ സന്തോഷം മഹാനവരുകളുടെ ഖബറിലെത്തിക്കണം റഹ്മാനേ. ആ പേര്, ഈ പരിപാടി മഹാനവരുകളുടെ പേരിലുള്ളതുകൊണ്ട് മഹാനവരുകളുടെ നോട്ടം സാധുക്കളായ ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അവരെല്ലാം ആഖിറം സമ്പാദിച്ച് ലോകത്തോട് വിട പറഞ്ഞവരാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വിജയം പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? ഇടയ്ക്ക് വെച്ച് വിജയം പ്രഖ്യാപിക്കൂല, തുടക്കത്തിൽ വിജയം പ്രഖ്യാപിക്കൂല. വിജയം പ്രഖ്യാപിക്കുന്നത് അവസാന സമയത്താണ്. ഇതുപോലെയാണ് വൽആഖിബത്തു ലിൽ മുത്തഖീൻ. സുഹൃത്തുക്കളെ, അവസാനം നന്നാകണം, അവസാനം ഒന്ന് രക്ഷപ്പെടണം. എനിക്കുമുണ്ടല്ലോ ഒരവസാനം, നിങ്ങൾക്കുമുണ്ടല്ലോ ഒരവസാനം. അതുകൊണ്ടാണ് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ജീവിതകാലത്ത് തലയിൽ തൊപ്പിയുണ്ട്, മുഖത്ത് താടിയുണ്ട്, ജീവിതകാലത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കാറുമുണ്ട്. പക്ഷേ വിജയം കാണേണ്ടുന്നത് അവസാന സമയത്താണ്. അവസാനം ഉറക്കെ അങ്ങ് കലിമ ചൊല്ലി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, ആ കലിമ ഉറക്കെ അങ്ങ് ചൊല്ലി മരിക്കണം. അങ്ങനെ ചൊല്ലി മരിക്കുമ്പോഴല്ലേ വിജയമുണ്ടാവുകയുള്ളൂ. ആ വിജയത്തിന് വേണ്ടിയല്ലേ മഹാന്മാരെ ധാരാളം അധ്വാനിച്ചത്. ഓ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പരിസരം വളരെ മോശമാണ്. മനുഷ്യൻ കേടായിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിസരങ്ങൾ ശരിയില്ല. കുട്ടികളൊക്കെ പഴിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, മക്കൾ പഴിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കുട്ടികളെ നന്നാക്കി എടുക്കണോ. പരിശുദ്ധ ഖുർആനിൽ ഒരു ബാപ്പാന്റെയും ഒരു മകന്റെയും ചരിത്രം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നംൽ എന്ന് പറയുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ഉറുമ്പ് സൂറത്ത് എന്നതിന്റെ പേര്. ഉറുമ്പിന്റെ ചരിത്രം ആ സൂറത്തിൽ പറയുന്നത് കൊണ്ടാണ് ആ സൂറത്തിന് അങ്ങനെ പേര് വെക്കാൻ കാരണം. സൂറത്തുൻ നംൽ, ഉറുമ്പ്. നിങ്ങൾ ഉറുമ്പ് എന്നല്ലേ പറയാ? ഇവിടെ എന്തെന്നാ പറയാ?
നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഇല്ലെന്നും കൂടി നോക്കണ്ടേ. ഇവിടെ എന്താ അവർ പറയാം, ഉറുമ്പ് എന്നാ പറയാം. എന്നാൽ എൻ്റെ ഭാഷയിൽ എറുമ്പ് എന്നാ പറയാം. അതാ വ്യത്യാസം ഞാനും നിങ്ങളും. ഞാൻ മലയാളിയൊന്നുമല്ലല്ലോ, കർണാടകക്കാരനാണ്. അപ്പം എൻ്റെ ഭാഷയിൽ, അവിടുത്തെ ഭാഷയിൽ എറുമ്പ് എന്നാ പറയാം. ഇരുമ്പല്ല, അത് വേറെ. രണ്ടാളും അങ്ങനെ തന്നെയാണ് പറയാം. ഇത് എറുമ്പ് എന്നാ പറയാം. അതേ സമയത്ത് നിങ്ങളിവിടെ ഉറുമ്പ് എന്ന് പറയും. അങ്ങനെ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു തആല, എല്ലാ രക്ഷിതാക്കൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആ സൂറത്തിൽ അല്ലാഹു തആല ഒരു ബാപ്പാനെയും ഒരു മകന്റെയും ചരിത്രം പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ വഅലിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിക്കേൾപ്പിച്ച ആ സൂറത്തിലെ രണ്ട് ആയത്തുകളാണ് ഞാൻ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ചത്. വലഖദ് ആതൈനാ ദാഊദ വസുലൈമാന ഇൽമാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും നാം ഇൽമു കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ പവർ ഏതാണ്? പണമല്ല, അധികാരമല്ല. പണത്തെക്കാളും പവർ, അധികാരത്തെക്കാളും പവർ ഇൽമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, എത്ര വലിയ മുതലാളിയാണെങ്കിലും അയാൾ ചിലപ്പോൾ വലിയ വർത്താനൊക്കെ പറയും. എന്നാ പള്ളിയിലെ നിസ്കാരത്തിന് ഇമാമത്തിന് മൂപ്പർ നിൽക്കൂന്ന് വാശി പിടിക്കൂല. അതിനെ വാശി പിടിക്കാറുണ്ടോ? വലിയ മുതലാളിയാണ്. ഞാനിപ്പോ ഈ അടുത്ത് നമ്മുടെ ഒരു സ്നേഹിതന്റെ വീട് ഉദ്ഘാടനത്തിന് പോയി. വീട് ഉദ്ഘാടന ദിവസം പോകാൻ പറ്റിയില്ല, അന്ന് ഞാൻ ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് ഉദ്ഘാടനത്തിന് ഞാൻ കുടുംബസഹിതം പോയി. വീട് ഉദ്ഘാടനത്തിന് പോകാൻ പറ്റിയില്ല, പിന്നെ പോയി. ഞങ്ങൾ വളരെ അടുപ്പുള്ളൊരു ഉസ്താദാണ്. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ പോകുമ്പോൾ വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടോ? വേറൊരാളെ വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ നിങ്ങളിങ്ങനെ കൈയും വീശിട്ടാ പോവാ, അല്ലെ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? എന്താ പറഞ്ഞേ? കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒന്നുണ്ട്. അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാരണം ഒരു സന്തോഷിപ്പിക്കലല്ലേ. അങ്ങനെ ആരും പിന്നെ വീട് ഉദ്ഘാടനത്തിന്റെ കത്തിലൊക്കെ ആരും അങ്ങനെ എന്ത് എഴുതൂല, നിങ്ങൾ വരികയാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ടാന്നൊന്നും എഴുതൂലല്ലോ. അങ്ങനെ എഴുതുന്നത് ശരിയല്ല. അതേ സമയത്ത് അങ്ങനെ പോകുമ്പോൾ കൈവീശി പോകുന്നതിനേക്കാളും ഉള്ളവർ എന്തെങ്കിലും, അല്ലെങ്കിൽ വലുത് തന്നെ വേണമെന്നില്ല, ഓരോരുത്തർ അവർ കൊണ്ട് കഴിയുന്നത് കൊണ്ടുപോകും. അത് അവരെ സന്തോഷിപ്പിക്കലാണ്. കാരണം ആ ഒരു വീടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഏകദേശം ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെയൊക്കെ പ്രയാസം. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ആളുകൾ വീട് തുടങ്ങിയിട്ട്, ഇന്നാൾ ഒരാൾ വീട് ഉദ്ഘാടനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, വീട് പണി തുടങ്ങിയിട്ട് എത്ര കാലമായും ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ 7-8 വർഷമായി എന്നറിഞ്ഞു. ഇത് 7-8 വർഷക്കാലമായി. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആക്കിയതെന്ന് ചോദിച്ചു. ചില ആളുകളൊക്കെ വേഗം പണി തീർക്കുമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ലോൺ എടുത്തില്ല. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ 1 ലോൺ എടുത്തില്ല, 2 ആരോടും കടം വാങ്ങിയിട്ടുമില്ല. അപ്പോൾ കടം വാങ്ങുന്നതിന് കുഴപ്പമില്ല, തിരിച്ചു കൊടുക്കാൻ വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ കടം വാങ്ങുന്നതിന് ഹലാലാണല്ലോ. അതേസമയത്ത് ലോൺ എടുക്കാതിരുന്നത് വലിയ സന്തോഷമായി. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ്. ലോൺ എടുക്കാതെ വീടുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം വേറെന്താണ്? അതിനേക്കാളും വലിയ സന്തോഷം വേറൊന്നുമില്ല. പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇൻഷാ അല്ലാഹ്. അവർ ചിലപ്പോൾ അവരിങ്ങനെ പുറത്ത് നിൽക്കുന്നത്, പിന്നെ അവിടെ ഇങ്ങനെ ബോക്സൊക്കെ അവിടെ ഉണ്ടാവൂലേ. അതുകൊണ്ട് ഞങ്ങൾ ബോക്സ് പുറത്ത് വെക്കാൻ പാടില്ല, എപ്പോഴും അകത്ത് തന്നെ വെക്കണം. എന്നാൽ പിന്നെ എല്ലാവരും അകത്ത് വന്നിരിക്കും. ഞാൻ എപ്പോഴും സംഘാടകരോട് പറയാൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെ സദസ്സിൽ വെച്ച് വാള് കേട്ടാൽ 2 നേട്ടമുണ്ട്. 1 സദസ്സിൽ ഇരുന്ന ഗുണം, 2 വാള് കേട്ട ഗുണം. ദൂരെ നിന്ന് വാള് കേൾക്കുമ്പോൾ വാള് കേട്ടതുണ്ടാകും, പക്ഷെ സദസ്സിൽ ഇരുന്നതിൻ്റെ ആ സദസ്സ് എന്ന് നിശ്ചയിച്ചതുണ്ടല്ലോ, അത് കസേര വെച്ച സ്ഥലമാണ്. ആ നിശ്ചയിച്ചതിൻ്റെ അവിടെ വന്നിരിക്കണ എന്ന ആ മജ്ലിസുൽ ഇൽമി അത് ചിലപ്പോൾ കിട്ടാൻ പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യമുള്ളവർ സദസ്സിൽ വന്നിരുന്നോളണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ വീട് ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരു നല്ലൊരു ക്ലോക്ക് കൊണ്ടുപോയി. ചെറിയ ക്ലോക്കൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്ലോക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ ക്ലോക്ക് വാങ്ങുമ്പോൾ ഈ പൊതുവേ ബിസിനസ്സുകാരൊരു ട്രിക്സ് ഉണ്ട്. കച്ചവടക്കാരങ്ങനെയാണല്ലോ, ഓരോ ട്രിക്സ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ ട്രിക്സ് ഉണ്ടാവും.
എന്നെ പോലത്തെ മൊയ്ലാമാർക്ക് വേറെ ട്രിക്സ് ഉണ്ടാവും, കച്ചവടക്കാർക്ക് അവരുടെ ട്രിക്സ് ഉണ്ടാവും, ജോലിക്ക് പോകുന്നവർക്ക് അവരുടെ ട്രിക്സ് ഉണ്ടാവും, കടലിൽ പോകുന്നവർക്ക് അവരുടെ ട്രിക്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ പിന്നെ നാക്കുകൾ ഉണ്ടാവും. അപ്പം ഇയാൾ പറഞ്ഞു, വലിയൊരു മുതലാളിയുടെ പേര് പറഞ്ഞു. നിങ്ങളെ മലയാളി തന്നെയാണ്, ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളൂ. വലിയൊരു മുതലാളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അയാളെ വീട്ടിലടക്കം ഈ ക്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏതായാലും ഇതന്നെ വാങ്ങാമെന്ന് തോന്നി. വലിയ വില ഉള്ളതൊന്നും അല്ല, എന്നാൽ അത്യാവശ്യ വില ഉണ്ട് താനും. വലിയ വില ഒന്നുമില്ല, എന്നാൽ അത്യാവശ്യ വില ഉണ്ട് താനും. അപ്പൊ ഞാൻ ഏതായാലും അത് തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. അത് കൊണ്ടുപോയി അതങ്ങനെ അവിടെ കൊടുത്തു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, വീട് സന്തോഷമാണ്, എല്ലാം സന്തോഷമാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഇൽമാണ്. ഇൽമിനേക്കാൾ വലിയ പവർ വേറെയില്ല. അതുകൊണ്ടല്ലേ എത്ര വലിയ മുതലാളിയാണെങ്കിലും ചിലപ്പോൾ പലതും സംസാരിച്ചേക്കും. പക്ഷേ പള്ളിയിൽ വന്നാൽ ഇമാമത്ത് ഞാൻ നിൽക്കാമെന്ന് വാശി പിടിക്കൂല. എന്തേ കാരണം? അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചു കൂടിയ സ്ഥലത്ത് ഞാൻ ദുആ ചെയ്യാമെന്ന് വാശി പിടിക്കൂല. എന്തേ കാരണം? ഇമാമത്ത് നിൽക്കണമെങ്കിൽ പണമുണ്ടായാ പോരാ. പണമുണ്ടായതുകൊണ്ട് ഇമാമത്ത് നിൽക്കാൻ പറ്റൂല. ഇമാമത്ത് നിൽക്കണമെങ്കിൽ ഇൽമു വേണം കേട്ടോ. അതുകൊണ്ടാണല്ലോ എത്ര വലിയ മുതലാളിയാണെങ്കിലും പണ്ഡിതനായ ഇമാമിന്റെ പിന്നിൽ നിന്നിട്ടല്ലേ മാമൂമായി നിസ്കരിക്കുന്നത്. കാരണം ഇൽമിന് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ സന്തോഷമാണ്.